ത്രില്ലർ സിനിമകളുടെ ബ്രാൻഡായ ജിതു ജോസഫ് എന്ന ഡയറക്ടറുടെ മറ്റൊരു ട്രാക്ക് മാറ്റം 2024 ഇറങ്ങിയ കോമഡി സിനിമയായ നുണക്കുഴി. അഭിനയിച്ചിരിക്കുന്നത് ബേസിൽ ജോസഫ്, നിഖില വിമൽ, ഗ്രേസ് ആൻ്റണി, ബൈജു സിദ്ദിഖ് തുടങ്ങി വലിയൊരു കാസ്റ്റിംഗ് വരുന്ന സിനിമ. ഇത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നുണക്കുഴി, ഒരുപാട് നുണകൾ ചേർന്നിട്ടുള്ളൊരു സിനിമയാണിത്. ഓരോരുത്തർ പറയുന്ന ചെറിയ ചെറിയ നുണകൾ, അത് അവരെ നുണയുടെ കുഴിയിലേക്ക് തള്ളിവിടുന്നു. ആ ഒരു രീതിയിൽ പോകുന്ന ഒരു കൺസെപ്റ്റാണ് ഇതിൽ പറയുന്നത്. ഇത് ഒരുപാട് കഥകൾ ചേർന്ന് ഇവരെ ഓരോ സിറ്റുവേഷൻസിൽ പറയുന്ന കഥകൾ എങ്ങനെ അവരെ വേറെ പല പ്രശ്നങ്ങളിലേക്കും കൊണ്ടുചെല്ലുന്നു, ഇതെല്ലാം കൂടി ഒരുമിച്ചായി എങ്ങനെ ക്ലൈമാക്സ് എൻഡ് ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്ത് പോകുന്നൊരു സിനിമയാണ്. എനിക്ക് സ്ക്രിപ്റ്റ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, ഇവർ പറയുന്ന ഓരോ നുണകൾ എങ്ങനെ പലതുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫിലുള്ള ഓരോ സ്റ്റോറിയുടെ പോക്കുകളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഓവറായതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. കോമഡികളൊക്കെ കുറച്ച് ഇതൊരു തിയേറ്റർ വാച്ചായിരിക്കും, നമ്മളൊന്നും ആലോചിക്കാതെ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി കണ്ടിരിക്കുക. എന്നാൽ തിയേറ്റർ വാച്ചായിട്ടുള്ളൊരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത്. OTT കാണുമ്പോഴത്തേക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടുമല്ലോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് കോമഡികളൊന്നും അത്രയും വർക്കായില്ല. പക്ഷേ ഒരു സ്ക്രിപ്റ്റിംഗ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു. എനിക്ക് അങ്ങനെ ഇതുപോലൊരു സ്ക്രിപ്റ്റ് എഴുതുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ആ സ്ക്രിപ്റ്റിംഗ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. കോമഡി സിനിമകളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്കൊന്ന് കണ്ടു നോക്കാവുന്ന ഒരു വൺ ടൈം വാച്ചബിൾ സിനിമയാണ്. കണ്ടു നോക്കുക, കണ്ടിട്ട്